സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഈ അടുത്തായിട്ട് കുറെ പേര് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒരു വ്ലോഗിന്റെ ഒരു പാട്ടാണ്. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ അമ്മയും അവരുടെ ഹസ്ബൻഡിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് ഒരു ഫുഡിന്റെ കാര്യം. അപ്പോ അതിൽ കുറെ പേര് മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ഇട്ട് അവരെ വിമർശിച്ച് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സിൽ മെയിൻ ആയിട്ട് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മായിയമ്മ മരുമകൻ ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത, മരുമകനെ ട്രീറ്റ് ചെയ്യാത്ത അമ്മായിയമ്മ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മരുമകൻ വരുമെന്ന് പറഞ്ഞ അമ്മായിയമ്മമാര് അവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടേ ബാക്കിയൊക്കെ നോക്കുള്ളൂ, മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിലും മരുമക്കൾക്കേ കൊടുക്കുള്ളൂ. അങ്ങനെ കുറെ പേര്. പിന്നെന്താ, ഭർത്താവിനെ ഡിഫെൻഡ് ചെയ്യാത്ത ഭാര്യ എന്ന് പറഞ്ഞിട്ട് ദിയേനെ പറയുന്ന കുറെ പേര്. അങ്ങനെ കുറെ ആൾക്കാരുടെ കമന്റ്സ് അതിൽ കാണായിരുന്നു. ഓക്കെ, നമ്മൾ എല്ലാവരെയും ഈക്വലി റെസ്പെക്ട് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. എക്സ്പെഷ്യലി ഫുഡ് ഡൈനിങ് ഉള്ള സ്പേസുകളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ റോൾ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അശ്വിന്റെ സ്ഥാനത്ത് ദിയയാണ്, ആൻഡ് ഇത് അശ്വിന്റെ വീട്ടിലാണ്, ആൻഡ് അശ്വിന്റെ അമ്മ ഇരുന്ന് കഴിക്കുന്നു. ദിയക്ക് വിളമ്പി കൊടുത്തിട്ടില്ലാതെ അശ്വിന്റെ അമ്മ കഴിക്കുന്നു, മരുമകൾ അവർ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും മുന്നോട്ട് വരാൻ പോകുന്നില്ല. ആർക്കും ഇതൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു കസ്റ്റം അനുസരിച്ച് മരുമക്കളെ അതായത് പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ ചെന്നിട്ട് ഇത് എന്റെ സ്വന്തം വീടാണ് എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യണം എന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യും. നേരെ തിരിച്ച് മകളുടെ ഭർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, അതായത് മരുമകൻ വരുമ്പോൾ, അയ്യോ രാജാവിന്റെ കണക്കായിരിക്കും എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? പെൺമക്കള് ചെല്ലുന്ന വീടുകളിൽ മരുമക്കൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ മരുമകനും ഇത് സ്വന്തം വീടായിട്ട് കണക്കാക്കി അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ആ ഒരു ഡൈനാമിക്സ് ആയിരിക്കും അവരുടെ ഇടയിലുള്ളത്. അപ്പൊ ആ ഡബിൾ സ്റ്റാൻഡേർഡ് പാടില്ലല്ലോ. മരുമക്കൾ അഡ്ജസ്റ്റ് ചെയ്യണം, മരുമകളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, മരുമോനാണെങ്കിൽ തലയിലേറ്റി രാജാവിനെ പോലെ നടക്കണമെന്നുള്ള ആ ഒരു പ്രഷറിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ പറയല്ലോ മാരേജോടെ രണ്ട് ഫാമിലി യൂണിയൻ ആണ്, എന്റെ പേരൻസ് അവരുടെ പേരൻസ് എന്റെ പേരൻസ് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ സ്വന്തം മക്കളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ വലിയ സ്പെഷ്യൽ ഇതൊന്നും കൊടുക്കാതെ ട്രീറ്റ് ചെയ്യുന്ന വലിയ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡിന്റെ ആവശ്യമുണ്ടോ? നേരെ തിരിച്ച് ഒരു മരുമകൾക്ക് ഇപ്പൊ ഫുഡ് കൊടുത്തില്ല, എടുത്ത് വിളമ്പി കൊടുത്തില്ല, അവർക്ക് വലിയ ഇതായിട്ട് അവര് ഭയങ്കര ട്രീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കമന്റ് ബോക്സ് വളരെ നോർമൽ ആയിരുന്നു. ആർക്കും അശ്വിൻ ദിയനെ ഡിസ്റെസ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ അശ്വിന്റെ അമ്മ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഒടുവില്ലായിരുന്നു. സോ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ശരിക്കും എല്ലാ കാര്യത്തിലും ഇല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?